വളരെ സങ്കീർണമായ ചില കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാം. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അല്ല എന്താ ഇത്ര ഗൗരവം? എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ഐ എം ഇന്റലിജന്റ്. പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാണ്. ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെന്റ്, അത് റോങ് ഇന്റൻഷനോട് പറഞ്ഞതല്ല. പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല, തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണ് കാണാൻ പോയി എന്നുള്ള കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നോക്കിക്കോളൂ. അവിടെ നിന്ന് ഒരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു, ഒരു പെണ്ണിന്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ. പിന്നെ അയാളെ പോലെ നമ്മൾ വിളിച്ചു പോകണം. പട്ടി നമ്മളെ കടിച്ചു എന്നും പറഞ്ഞാൽ നമ്മൾ പട്ടിയെ തിരിച്ചു കടിക്കാം. ഒരു മുക്കാച്ചെമ്പ് ബിരിയാണി തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കും. ഇപ്പം എങ്ങനെയുണ്ട് അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും, എന്താ ഇപ്പോഴേ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും, പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം, അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടിയെടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആൾക്കാർ പല രീതിയിൽ കിണ്ടിയും കീറിയും മുറിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വേറെ രീതിക്ക് പല രീതിക്കും വ്യാഖ്യാനിക്കപ്പെടും. ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. അതുവരെ ഞാൻ മനസ്സാ വാച കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്. അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി, ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകും.